ശ്രീലങ്കയ്ക്കെതിരായ ഒന്നാം ഏകദിന മത്സരത്തിൽ ടൈ കൊണ്ട് തൃപ്തിപ്പെട്ടിരിക്കുകയാണ് ടീം ഇന്ത്യ. കൊളംബോയിൽ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക 8 വിക്കറ്റ് നഷ്ടത്തിൽ 230 എന്ന സ്കോറിൽ ഒതുങ്ങിയപ്പോൾ ഇന്ത്യയുടെ മറുപടിയും 230 അവസാനിക്കുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ ജയം അനായാസമായിരുന്ന നിലയിൽ നിന്നാണ് ഈ മത്സരത്തിൽ ഇന്ത്യക്ക് ടൈ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നത്. ഇന്ത്യൻ പരിശീലകനായി ഗൗതം ഗംഭീറിന്റെ ആദ്യ ഏകദിനം കൂടിയായിരുന്നു ഇത്. T20 പരിശീലക കരിയറിന് കിടിലൻ തുടക്കം ലഭിച്ച ഗംഭീറിന് പക്ഷേ അതേ തുടക്കം ഏകദിനത്തിൽ ലഭിച്ചില്ല. ഇത് മാത്രമല്ല, അദ്ദേഹം ടീമിൽ നടത്തിയ ഒരു പരീക്ഷണവും ഫ്ലോപ്പ് ആവുകയും ചെയ്തു. ഗംഭീറിന്റെ പാളിയ പരീക്ഷണവും ആദ്യ ഏകദിനത്തിൽ ഇന്ത്യക്ക് തിരിച്ചടിയായ കാര്യങ്ങളും എന്തെല്ലാം എന്ന് നോക്കാം. ആദ്യം ബാറ്റിംഗ് ഓർഡറിൽ പരീക്ഷണം എന്തൊക്കെയായിരുന്നു എന്ന് നോക്കാം. 231 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യക്ക് വെടിക്കെട്ട് തുടക്കമാണ് ലഭിച്ചത്. ക്യാപ്റ്റൻ രോഹിത് ശർമ്മ കത്തിക്കയറിയതോടെ ഇന്ത്യയുടെ സ്കോർ റോക്കറ്റ് വേഗത്തിൽ കുതിച്ചു കയറി. എന്നാൽ ഇന്ത്യയുടെ രണ്ടാം വിക്കറ്റായി രോഹിത് വീണതോടെ 4-ാം നമ്പറിൽ ഒരു പരീക്ഷണമാണ് ഗംഭീർ നടത്തിയത്. യുവ ഓൾറൗണ്ടറായ വാഷിംഗ്ടൺ സുന്ദർക്ക് ബാറ്റിംഗ് ഓർഡറിൽ പ്രമോഷൻ നൽകുകയായിരുന്നു ഇത്. ഈ സമയം വലം കയ്യൻ ബാറ്ററായിരുന്ന വിരാട് കോഹ്ലി ആയിരുന്നു മറുവശത്ത് ബാറ്റിങ്ങിന് ഉണ്ടായിരുന്നത്. സുന്ദരെ ഇറക്കി ഒരു ഇടം കൈ വലം കൈ കൂട്ടുകെട്ട് കൊണ്ടുവരികയും അതുവഴി ലങ്കയെ സമ്മർദ്ദത്തിലാക്കുകയുമായിരുന്നു ഗംഭീറിന്റെ ലക്ഷ്യം. നേരത്തെ T20 പരമ്പരയിലും ഒരു ഇടം കൈ വലം കൈ കൂട്ടുകെട്ട് വരാൻ ഗംഭീർ ചില പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ ആദ്യ ഏകദിനത്തിൽ സുന്ദരെ 4-ാം നമ്പറിൽ ഇറക്കി ഗംഭീർ നടത്തിയ പരീക്ഷണം ഫ്ലോപ്പായി. 4 പന്തുകളിൽ 5 റൺസ് മാത്രമെടുത്ത് താരം പുറത്താവുകയായിരുന്നു. രോഹിത് ശർമ്മയുടെ വെടിക്കെട്ട് അർദ്ധ സെഞ്ചുറി ഇന്ത്യക്ക് അനായാസ ജയത്തിലേക്ക് കുതിക്കാനുള്ള ഇന്ധനം നൽകിയതാണ്. എന്നാൽ ഇതിനുശേഷം അപ്രതീക്ഷിതമായി ബാറ്റിംഗിൽ ഇന്ത്യ പതറി. വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ, KL രാഹുൽ, അക്സർ പട്ടേൽ എന്നിവർക്ക് മികച്ച തുടക്കം ലഭിച്ചെങ്കിലും ഒരാൾക്ക് പോലും ദീർഘമായ ഇന്നിംഗ്സ് കളിക്കാനോ അവസാനം വരെ ക്രീസിൽ തുടരാനോ കഴിഞ്ഞില്ല. ഇവരിൽ ഒരാളെങ്കിലും അവസാനം വരെ ക്രീസിൽ നിലയുറപ്പിച്ചിരുന്നുവെങ്കിൽ മത്സരഗതി മറ്റൊന്നായേനെ. ഇന്ത്യൻ സ്കോർ 47.4 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 230 എന്ന നിലയിലായിരിക്കെയാണ് അവസാന ബാറ്ററായി അർഷ്ദീപ് സിംഗ് ക്രീസിലെത്തുന്നത്. 14 പന്തുകളിൽ നിന്ന് 1 റൺസ് മാത്രമായിരുന്നു ഈ സമയം ഇന്ത്യക്ക് ജയിക്കാൻ വേണ്ടിയിരുന്നത്. വലിയ ഷോട്ടിന് ശ്രമിക്കേണ്ട ഒരു സാഹചര്യവും അപ്പോൾ ഇല്ലായിരുന്നു. എന്നാൽ ഒരു അനാവശ്യ ഷോട്ടിന് കളിച്ച താരം വിക്കറ്റിന് മുന്നിൽ കുരുങ്ങുകയായിരുന്നു. ഈ മത്സരം ടൈ ആയതിന് പ്രധാന ഉത്തരവാദികൾ ബാറ്റർമാർ തന്നെയാണെങ്കിലും നിർണായക ഘട്ടത്തിൽ അനാവശ്യ ഷോട്ടിന് ശ്രമിച്ച അർഷ്ദീപിന്റെ അബദ്ധവും മറന്നുകൂടാ. അതേസമയം 3 മത്സര ഏകദിന പരമ്പരയിലെ 2-ാം പോരാട്ടം ഞായറാഴ്ചയാണ്. കൊളംബോയിലെ പ്രേമദാസ സ്റ്റേഡിയമാണ് ഈ കളിക്കും വേദിയാകുന്നത്. ശേഷിക്കുന്ന 2 കളികളിലും ജയം നേടി പരമ്പര സ്വന്തമാക്കുകയാവും ഇരു ടീമുകളുടെയും ശ്രമം.